ശ്രീ കെ യു ജനീഷ് കുമാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, മധ്യ കേരളത്തിൻ്റെ വികസന പ്രതീക്ഷകൾക്ക് ഇന്ന് ആകാശത്തോളം ഉയരമുണ്ട്. മധ്യ തിരുവിതാംകൂറിൻ്റെ ഈ ആകാശ സ്വപ്നങ്ങൾക്ക് പൊൻചിറക് ഏകുന്നത് അങ്ങ് നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാരാണ്. കേരളത്തിൻ്റെ 5ാമത്തെ എയർപോർട്ട് ശബരിമല എയർപോർട്ടിനായി ഇച്ഛാശക്തിയോടുകൂടി ഇടപെടുന്ന ഗവൺമെൻറ്റിനെ ആദ്യമേ തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് ശബരിമല വിമാനത്താവളം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഗെയിൻ പൈപ്പ് ലൈൻ പോലെ, വിഴിഞ്ഞം തുറമുഖം പോലെ, ദേശീയപാതയുടെ വികസനം പോലെ ശബരിമല എയർപോർട്ട് കൂടി യാഥാർത്ഥ്യമായാൽ നമ്മുടെ നാട് വലിയ വികസന കുതിപ്പിലേക്ക് എത്തിച്ചേരും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം പ്രവാസികളുള്ള പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലയിലെ പ്രവാസികൾക്കും അതോടൊപ്പം പ്രദേശവാസികൾക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയിലേക്ക് എത്തിച്ചേരുന്ന തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഉൾപ്പെടെയുള്ള മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകർക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൺവെൻഷനിൽ ഒന്നായ മാരാമൺ കൺവെൻഷനിൽ എത്തുന്ന വിശ്വാസികൾക്കുമെല്ലാം ഈ വിമാനത്താവളം ഏറെ ഗുണകരമാകും. സർ, ഇപ്പോൾ ചെറുവള്ളിയിലെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണല്ലോ. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ച് ഇനിയും ആവശ്യമായ അനുമതികളെല്ലാം ലഭ്യമാക്കി വിമാനത്താവള നിർമ്മാണത്തിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ശബരിമല വിമാനത്താവള പദ്ധതി ബഹുമാനായ അംഗം പറഞ്ഞതുപോലെ ഈ നാഷണൽ ഹൈവേയും ഗെയിലും ആ പട്ടികയിൽ പെടുന്ന ഒന്നല്ല. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന പദ്ധതിയായിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ക്ലിയറൻസുകൾ ചിലത് ഇപ്പം തന്നെ ലഭ്യമായിട്ടുണ്ട്. സൈറ്റ് ക്ലിയറൻസ്, ഡിഫൻസ് ക്ലിയറൻസ്, ഇത്രയും ക്ലിയറൻസുകൾ ഇപ്പോൾ ലഭ്യമായി കഴിഞ്ഞു. സുരക്ഷാ ക്ലിയറൻസാണ് ഇനി വേണ്ടത്. അതിനുള്ള അപേക്ഷ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരിഗണനയിലാണ്. ഇതേവരെയുള്ള സമീപനം വെച്ചാൽ ഈ എയർപോർട്ടിൻ്റെ കാര്യത്തിൽ ആരോഗ്യകരമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെപ്പോലെയല്ല. മറ്റ് പല കാര്യങ്ങളിലും നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി സമർപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. ഇതോടൊപ്പം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് തയ്യാറാക്കിയ അന്തിമ സാമൂഹിക ആഘാത വിലയിരുത്തൽ പഠന റിപ്പോർട്ട് പഠിക്കുന്നതിന് ഒരു 7-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതി ശുപാർശ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സമിതിയുടെ ശുപാർശ പരിഗണിച്ചുകൊണ്ട് 2570 ഏക്കറോളം ഭൂമി വിമാനത്താവള നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കുന്നതിനും വിശദമായ പദ്ധതി റിപ്പോർട്ട് DPR തയ്യാറാക്കുന്നതിന് ഒരു ഏജൻസിയെ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. സർ, ഇനിയും അവശേഷിക്കുന്ന അനുമതികൾ കൂടി ലഭ്യമായാൽ ഏതു സമയത്തേക്ക് ആരംഭിക്കാൻ കഴിയും എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന ഒരു ലക്ഷ്യം ഗവൺമെൻറ്റിനുണ്ട്. സർ, ഈ അനുമതികൾ ലഭ്യമാകുന്ന മുറക്ക് ആവശ്യമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.